ഏറ്റവും ദുഃഖകരമായ വാർത്തയിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ണുറക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഇന്നലെ തന്നെ എന്താ പറയുക, രാത്രിയിൽ നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചിരുന്നൊരു വാർത്ത തന്നെയാണ് അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടം. ഫ്ലൈറ്റ് പുറപ്പെട്ട് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ മരവിച്ച് നിൽക്കുന്ന സമയത്തും ഇതിനെയും കച്ചവടമാക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെയുണ്ട്. അതിലൊന്നാമതായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മലയാള മാധ്യമങ്ങളുടെ സമീപനത്തെക്കുറിച്ച് തന്നെയാണ്. വരൂ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. 242 പേരുമായിട്ട് ആകാശത്തേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഒരു വിമാനമാണ് ഇന്നലെ ആ തീഗോളമായി മാറിക്കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, അതിന്റെ വീഡിയോസ് ആയിക്കോട്ടെ, അതിന്റെ ഫോട്ടോസ് ആയിക്കോട്ടെ, മുഴുവനായൊന്ന് കാണാനുള്ളൊരു മനസ്ഥിതിയിലായിരുന്നില്ല ഒരു മനുഷ്യനും ഇന്നലെ. അതിൽ ഇന്ത്യയിൽ നടന്ന ഒരു അപകടം എന്നതിലുപരി നമ്മളെ പോലെ തന്നെ ചോരയും നീരുമുള്ള, ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് വിമാനം കയറിപ്പോയ മനുഷ്യരാണ് കത്തിക്കരിഞ്ഞു മരിക്കേണ്ട അവസ്ഥയിൽ വന്നിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലെ? ഒരു മരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും മരിക്കും, എന്തായാലും മരിക്കും. പക്ഷേ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാരണം ആ മരണം എങ്ങനെയായിരിക്കും എന്നുള്ളത്, ഏറ്റവും ലൈറ്റായിട്ട് വേദന കുറവുള്ള രീതിയിൽ മരിക്കുക എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നിടത്ത് ഭയങ്കര ദുരന്തമായി പോയി. ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ തന്നെ അവന്റെ സ്വപ്നങ്ങളിൽ പോലെ അവൻ ഭയക്കുന്ന തരത്തിലുള്ളൊരു ദുരന്തമായി പോയി. അതിലെ കാഴ്ചകളൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുക? നാഷണൽ മീഡിയാസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്തു. കാരണം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. അത്ഭുതകരമായ ഒരാൾ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും തന്നെ മരിച്ചുപോയ അവസ്ഥയിലാണ് എത്തി നിന്നത്. അവരെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഭയങ്കര ശാന്തമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഈ ദുരന്തം നടന്ന സ്ഥലം കാണിക്കുമ്പോഴെല്ലാം ഭയങ്കര സൈലൻസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ? റിപ്പോർട്ടർ അനാവശ്യമായിട്ട് കിടന്ന് സംസാരിക്കുന്നില്ല, ആരും തന്നെ ഒന്നും പറയുന്നില്ല. ആ കാഴ്ചകൾ കാണുന്ന ആ സ്ക്രീനിൽ അത് പ്രദർശിപ്പിക്കുന്ന സമയം മുഴുവനും നിശബ്ദമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മളൊക്കെയും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ഒരു പൊതുവേദിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, 3 മിനിറ്റ് അവർക്ക് വേണ്ടി നിശബ്ദമായൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. 3 മിനിറ്റ് സൈലൻസ് എന്ന് പറയുന്നത് മരണപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു ബേസിക് മര്യാദയാണ്. മരിച്ചവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുക, അവിടെ ഒന്നും സംസാരിക്കാതിരിക്കുക. ആളുകളുടെ ഫീലിങ്സ് ആണ് അവിടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വാക്കുകളുടെ രൂപത്തിലല്ല. അല്ലാതെ ആ മര്യാദ പോലും ഇല്ലാത്ത മലയാള മാധ്യമങ്ങൾ എത്ര വൃത്തികേടാണ് ചെയ്യുന്നത്. എന്ത് പ്രബുദ്ധരാണെന്നായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മരണ വീടുകളിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എല്ലാ ഇന്ത്യൻ മാധ്യമങ്ങളും അങ്ങനെയല്ല. ഈ തമിഴ്നാട് തന്നെ, തൊട്ടപ്പുറത്ത് അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. എന്റെ ചിറ്റപ്പൻ ഒരു സിനി ആർട്ടിസ്റ്റും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്നു. പേര് കോവേ ഗുണ. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. അദ്ദേഹം മരിച്ച സമയത്ത് അവിടെ മീഡിയാസ് ഒക്കെ വന്നിരുന്നു. എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാമോ? ആ വീടിന്റെ പുറത്ത് ഇപ്പുറ സൈഡിലായിട്ട് ഒരു ടേബിൾ വെച്ചിട്ട് മൈക്കൊക്കെ അവിടെ സെറ്റ് ചെയ്യും. വരുന്ന VIP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളായിക്കോട്ടെ, സെലിബ്രിറ്റീസ് എങ്ങനെ ആയാലും അവരെല്ലാം അകത്തേക്ക് പോയി മൃതദേഹം കണ്ട് മരണപ്പെട്ട ആളായിട്ട് സമയം ചെലവഴിച്ച് അയാളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് അവർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ച് അവരവരുടേതായിട്ടുള്ള വഴിക്ക് കയറിപ്പോകും. അവര് വരുന്നതോ പോകുന്നതോ പോലുള്ള കാര്യങ്ങൾ പോലും ഷൂട്ട് ചെയ്യുന്നതിന് ഒരു നിയന്ത്രണ രേഖയുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ മരിച്ച ആൾക്ക് ഇന്നലെ ആ രഞ്ജിത എന്ന് പറയുന്ന അവരുടെ 2 കുട്ടികൾ അവർ അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ വാർത്തയിൽ കണ്ടിട്ടാണ് അറിയുന്നത്. ആ കൊച്ചിന്റെ അണ്ണാക്കിലേക്കാണ് മൈക്ക് കൊണ്ടുവെക്കുന്നത്. എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നതെന്നേ? മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ? നിങ്ങളുടെ ആരെങ്കിലും ആണ് മരിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ? സ്മൃതി പരുത്തിക്കാടിന്റെ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഞാൻ കണ്ടത്. ഞാൻ എന്താ പറയാ, എനിക്ക് വളരെയധികം ട്രോമ തന്നതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും തന്നെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും ആ വൃത്തികേടുകൾ ജനങ്ങൾ കാണണ്ട. എന്ത് വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഫുട്ബോൾ മത്സരം വല്ലതുമാണോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയാണോ നിങ്ങൾ ഇങ്ങനെ കമന്ററി പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ? മരണം ഇത്രയായി, മരണം അത്ര, ഇനിയാൾ മരിച്ചോ എന്നറിയില്ല, അതാണ് സംഭവിച്ചത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളൊരു ദുരന്തമാകത്താണ് ഉള്ളതെന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളുടെ മകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ അമ്മ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ, ബന്ധത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇരുന്ന് സംസാരിക്കൂ? കണ്ണിച്ചോര എന്ന് പറയുന്ന സാധനമില്ലേ? നിങ്ങൾക്ക് ഒരു മര്യാദയില്ലേ? മാനുഷികതയില്ലേ? ദയവേത് ഞാൻ പ്രേക്ഷകരോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം വീഡിയോസ് ഇവർ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ വീഡിയോസിന് നല്ല വ്യൂ ഉള്ളത് കൊണ്ടാണ്. ആളുകൾ തെറി പറയാനാണെങ്കിലും ഇവരെ വഴക്ക് പറയാനാണെങ്കിലും എന്തായി കാണിക്കുന്നതെന്ന് പറയാനാണെങ്കിലും അവരുടെ വീഡിയോസ് പ്ലേ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്. ദയവേത് നിങ്ങൾ ഈ കാര്യം സ്റ്റോപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇത് ഹ്യൂമാനിറ്റിക്ക് എതിരാണ് എന്ന് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ആ വീഡിയോസ് കാണുമ്പോൾ 1 സെക്കൻഡ് പോലും നോക്കാതെ സ്കിപ്പ് ചെയ്യാം. വീഡിയോന്റെ റീച്ച് കുറഞ്ഞാൽ അവർ ഈ പരിപാടി നിർത്തും, മര്യാദ പഠിക്കും. അല്ലാതെ ആളുകളുടെ കരച്ചിൽ കാണുമ്പോൾ എന്താന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതവർക്ക് പ്രചോദനമാണ്, അതവർക്ക് പ്രയോജനമാണ്. നമ്മൾ ചെയ്യേണ്ടത്
ഈ കാര്യത്തിൽ ഒരു ബോയ്ക്കോട്ട് എന്ന് പറയുന്ന സംഗതി തന്നെ എടുക്കുക എന്നുള്ളത് ഇത് നമ്മൾ കാണുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ഇതുപോലുള്ള ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ മാധ്യമങ്ങൾ ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നാട്ടുകാർ ഉറപ്പുവരുത്തുക. വേണമെങ്കിൽ അതിനുവേണ്ടി പോലീസിന്റെ സഹായം തേടിയാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു സ്ഥലം സെറ്റ് ചെയ്തോ, പ്രതികരിക്കാൻ താല്പര്യമുള്ളവരെ അവിടെ പോയി പറയട്ടെ. അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് മൃതദേഹത്തിന് ഒരു മര്യാദ കൊടുക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരിച്ചു കിടക്കുവാണ്, പ്രതികരിക്കാൻ കഴിയില്ലെന്ന് കരുതി ആ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്ന മരിച്ചു പോയ ഒരാളെ ഒരു മര്യാദയും കൂടാതെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ഇതേപോലെ അലമുറയിട്ടും കരഞ്ഞു അല്ല അവര് മരണത്തെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ അവര് മരിച്ച ആളെ പ്രത്യേകമായിട്ട് അവിടെ വെക്കും. ആരാണോ വിഷമിച്ച് കരയാൻ വരുന്നത് അവർ കാണുക, കരയാൻ മാറിയിരിക്കുക, അവരുടെ ഇമോഷൻസ് അവിടെ കൈമാറുക എന്നുള്ളതാണ്. അല്ലാതെ മരിച്ച ആൾക്ക് ഒരു മര്യാദ കൊടുക്കുക. ഇത് ഫുള്ള് ലൈവിൽ കാണിച്ച് ഒരാൾ ബോധം കെട്ട് വീണ അത് വെച്ച് മില്യൺ അടിക്കും, ഒരാൾ കരഞ്ഞ അത് വെച്ച് മില്യൺ അടിക്കും. ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടിട്ട് ഇത് വെച്ചിട്ടൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നേ? നിങ്ങൾ എന്ത് തരത്തിലുള്ള മനുഷ്യരാണ്? അമ്മ മരിച്ചുപോയ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് അമ്മയുടെ മുഖം ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ആ അവസ്ഥയിലെല്ലാം കിട്ടിയോ എന്താ നമുക്കറിയില്ല. ആ ഒച്ചിന്റെ മുമ്പിൽ പോയി ഇന്ന് ഇതേപോലെ എങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ പറ്റുന്നത്? നിങ്ങൾക്ക് പിള്ളേരില്ലേ? നിങ്ങൾക്ക് കുടുംബങ്ങളില്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? ദയവേത് ഇവരുടെ കാര്യത്തിൽ നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ഞാൻ നിങ്ങളോട് വയലൻസ് ആയിട്ട് കൈകാര്യം ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങളിത് വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഏത് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും കൃഷ്ണകുമാറും കുടുംബവും ചെയ്തൊരു കാര്യം എല്ലാവർക്കും മാതൃകയാണെന്ന് ഞാൻ പറയും. തെളിവുകൾ വീഡിയോ എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളത്. നിങ്ങളും തീർച്ചയായിട്ടും ഈ പറയുന്ന മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുക്കളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പൊതുലോകത്തിന് മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. എല്ലാ മനുഷ്യരും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരല്ല. എല്ലാ മനുഷ്യരും പോപ്പുലാരിറ്റി ഇഷ്ടപ്പെടുന്നവരല്ല. മരിച്ചവരോടാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും മര്യാദ കാണിക്കാൻ മാധ്യമങ്ങൾ ഇനിയെങ്കിലും പഠിക്കണം. രണ്ടാമതായി ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മരണത്തിൽ പോലും മുതലെടുപ്പ് കാണുന്ന ഒരുപാട് പേരെയാണ്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഈ സംഭവം ലൈവായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നാഷണൽ മീഡിയയിൽ വന്നതാണ് കേട്ടോ. റിയാക്ഷൻ ഇട്ടിരിക്കുന്ന, ചിരിക്കുന്ന റിയാക്ഷൻ ഇട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ സ്ക്രീൻഷോട്ടാണ്. ആ പേരുകൾ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഞാനൊന്നും പറയുന്നില്ല. ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഇതിലൊരു വലിയ ഒരു കാരണമാണ് ഈ ഒരു അപകടം ഉണ്ടായതിന് എന്ന് പറയുന്നുണ്ട്. അത് വേറൊരു ഉദ്ദേശത്തിലും പറയുന്നുണ്ട്. പക്ഷേ എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാനങ്ങളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പരക്കെ നല്ല രീതിയിലുള്ള കംപ്ലൈന്റ്സ് ഉള്ളത് തന്നെയാണ്. കൊടുക്കുന്ന പൈസയ്ക്കുള്ള യാതൊരു രീതിയിലുള്ള സർവീസും എയർ ഇന്ത്യ പ്രദാനം ചെയ്യാറില്ല എന്നത് ടാറ്റയുടെ കയ്യിൽ വരുന്നതിന് മുൻപേ തന്നെ എയർ ഇന്ത്യക്കുള്ള ഖ്യാതിയാണ്. കുറച്ചെങ്കിലും മെച്ചപ്പെട്ടത് ടാറ്റയുടെ കയ്യിലേക്ക് വന്നതിന് ശേഷമാണ് എന്നതാണ് സത്യം. അല്ലെങ്കിലും എല്ലാ ഗവൺമെന്റ് ഓഫീസിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഗതി ഇല്ല. അങ്ങനെ ഒരു കാര്യം അവർ നോക്കുകയില്ല. ഗവൺമെന്റ് ആണ്, ഇത്രയൊക്കെ പ്രതീക്ഷ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഇനി എന്ത് കൊള്ളരുതായ്ക കാണിച്ചാലും 58 വയസ്സ് വരെ ഞെളിഞ്ഞ് ഈ കസേരയിൽ ഇരിക്കാം, അത് കഴിഞ്ഞാലും പെൻഷൻ എന്നുള്ള രീതിയിൽ ഈ ശമ്പളം തന്നെ അതിന്റെ പകുതി തന്നെ മേടിച്ചിട്ടാണെങ്കിലും എന്റെ ജീവിതം സെറ്റ് എന്ന് വിചാരിക്കുന്ന ജീവനക്കാരും എല്ലാ സർക്കാർ ഓഫീസിലുള്ളതുപോലെ തന്നെ എയർ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. എന്നാൽ ടാറ്റയുടെ കയ്യിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നുവെങ്കിൽ പോലും പൂർണ്ണമായിട്ടും മാറി മറിഞ്ഞിട്ടില്ല. ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ തന്നെ തൊട്ടു മുൻപുള്ള യാത്രയിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ ആ വിമാനത്തിനുള്ളിൽ AC വർക്ക് ചെയ്യുന്നില്ലെന്നും നല്ല രീതിയിലല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെന്നും പറഞ്ഞ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. In-flight entertainment is not working. Leave in-flight entertainment. If I talk about this light, it is also not working. If I press this cabin crew button, it's not working either. Nothing is working. Nothing at all. സാങ്കേതിക തകരാറുകൾ കൊണ്ടാണ് വിമാനം തകർന്നത് എന്നാണ് പ്രാഥമികമായി വരുന്ന റിപ്പോർട്ട്. എന്താണ് ഈ സാങ്കേതിക തകരാർ എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫ്യൂവൽ തീർന്നു പോയതാണെന്നൊരു സൈഡിൽ പറയുമ്പോൾ ഫ്യൂവൽ ഫുൾ ആണെന്നൊരു സൈഡിൽ പറയും. ഏകദേശം 1.5 ലക്ഷം ലിറ്ററോളം ഇന്ധനം വഹിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ് ഈ ബോയിങ് എന്ന് പറയുന്ന ഈ വലിയ വിമാനം. അത് ഫുള്ളായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയ രീതിയിൽ ഉള്ളൊരു അപകടമായി ഇത് മാറിയത്. ആ വിമാനം പൊട്ടിത്തെറിക്കുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദൃശ്യം ഞാൻ കാണിക്കുന്നില്ല. വലിയൊരു തീഗോളമായിട്ടാണ് മാറുന്നത്, ഒരു മിസൈൽ വീണതുപോലെ. അപ്പൊ അത്രയധികം ഇന്ധനം ഉണ്ട് എന്ന് പറയുന്നതായിരിക്കണം സത്യം. എന്നാലും എന്താണ് സാങ്കേതിക തകരാറ്? ഈ വിമാനം റിപ്പയർ ചെയ്യുന്നത് തുർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് എന്ന് പറയുന്നുണ്ട്. തുർക്കിയും ഇന്ത്യയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ബേസിസിൽ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് എല്ലാവർക്കും അറിയാം. അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇതിൽ എന്ന കാര്യവും ഇവിടെ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഈ പുറപ്പെടുന്നതിന് മുൻപും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതൊന്നും പരിഹരിക്കാതെ വീണ്ടും ആ വിമാനം പറന്നുപോയി അല്ലെങ്കിൽ പറന്നു പൊങ്ങി എന്നതൊരു ചോദ്യം തന്നെയാണ്. ടാറ്റ ഇപ്പോൾ നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആളൊന്നിന് 1 കോടി രൂപ വെച്ചിട്ടാണ്.
ആളൊന്നിന് 1 ലക്ഷം രൂപയിലധികം ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഈ രീതിയിലുള്ള സർവീസ് കൊടുത്തത് എന്നോർക്കുമ്പോൾ സംസാരിക്കേണ്ടതാണ് അതിനെപ്പറ്റി. ഈ വർഷങ്ങൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത മേജർ അല്ലാത്ത ചെറിയ ചെറിയ അപകടങ്ങളുടെ കണക്കെടുത്താൽ എയർ ഇന്ത്യയുടേത് മാത്രം ഏകദേശം 1.5 ലക്ഷം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല ഈ സർവീസ് പോകേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. 11 വർഷം പഴക്കമുള്ള വിമാനമാണിതെന്ന് പറയുന്നത്. എന്നാൽ ആ വിമാനത്തിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 11 വർഷമൊന്നുമല്ല. 1 ലക്ഷം ഫ്ലൈയിങ് അവേഴ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ പറക്കാൻ കഴിയുന്ന വിമാനമാണിതെന്ന് പറയുന്നത്. എന്നാൽ കൃത്യമായി മെയിന്റനൻസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. ആ മെയിന്റനൻസിന്റെ കുറവ് നന്നായിട്ടുണ്ട്. ഇനി സാങ്കേതിക തകരാറ് എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായി അനലൈസ് ചെയ്താൽ മാത്രം അറിയാൻ കഴിയും. പക്ഷെ എത്രത്തോളം അത്തരം കാര്യങ്ങൾ ചുരുളഴിഞ്ഞു വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയധികം കത്തി നശിച്ച അവസ്ഥയിലായിപ്പോയി ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണെങ്കിലും എന്താണെങ്കിലും അമേരിക്കൻ ടീമാണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നതെന്ന് പറയുമ്പോൾ വിമർശനങ്ങൾ അതിലും വരുന്നുണ്ട്. എന്നാൽ ബോയിങ് എന്ന വിമാനം അവരാണ് മെയ്ഡ് ചെയ്തത്. അത് ഇന്ത്യ വാങ്ങുക എന്നൊരു സംഗതിയാണ് ഉണ്ടായത്. അപ്പൊ തീർച്ചയായും അവർക്കാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി അറിയാവുന്നത്. സത്യം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ആൾക്കാർ നോക്കിയാലാണ് എവിടെയാണ് പിഴച്ചതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരാൾ പഠിച്ചാൽ ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള മെക്കാനിസം ഇനി പഠിച്ചിട്ടൊക്കെ വരേണ്ടി വരും. ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ ഈ സമയത്ത് സന്തോഷിച്ച ആൾക്കാരെ പറ്റി പറഞ്ഞല്ലോ. സന്തോഷിച്ചത് കൂടാതെ വാഗൊണ്ട് വിസർജിച്ച കുറെ ആൾക്കാരും കൂടിയുണ്ട്. അതിലൊരാൾ ഒരു അസിസ്റ്റന്റ് തഹസിൽദാറാണ്. അയാളുടെ ആ കമന്റ് അല്ല പോസ്റ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. അയാൾക്ക് ഇപ്പൊ പണി കിട്ടിയിട്ടുണ്ട്. അയാളുടെ ജോലിക്ക് തന്നെ പ്രശ്നമാവുന്ന തരത്തിൽ ആ കമന്റ് മാറിയിട്ടുണ്ട്. മരിച്ചുപോയ രഞ്ജിനി സർക്കാർ സർവീസിൽ നിന്നും ലീവ് എടുത്ത് ലണ്ടനിലേക്കും അതുപോലെ ദുബായിലേക്കും ഒക്കെ പോയതാണ് എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ഒരാളെ പറ്റി മോശമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യര് ചെയ്യുന്ന പല കാര്യങ്ങളും മൃഗങ്ങൾ പോലും ചെയ്യില്ല. കഷ്ടം. അതായത് എന്താ പറയാ, കൊന്നു തിന്നും എന്നുള്ളത് ശരിയാണ് ഭക്ഷണത്തിന് വേണ്ടി. പക്ഷെ ചത്ത് കിടക്കുന്നതിനോട് വൃത്തികേട് ഒരു മൃഗവും ചെയ്യത്തില്ല. അത് മനുഷ്യൻ ചെയ്യും. അത്രക്ക് വൃത്തികെട്ട മനുഷ്യര്. അതുപോലുള്ള കുറച്ചധികം മനുഷ്യരെ കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.